12:30. ഉപദേശിമാരെല്ലാം കൂടെ അങ്ങ് പ്രസംഗിച്ച് മനുഷ്യനെ മടിപ്പിക്കരുത്. പ്രസംഗം എല്ലാം കേട്ട് ആരും ഓണമാകാനാ? കൊച്ചുങ്ങൾ വരുന്ന പ്രാഗ് വലയില്ല, നൃത്തത്വമില്ല. കൊച്ചുങ്ങൾക്ക് നമ്മൾ പറഞ്ഞേക്കാളും വാക്യം നന്നായിട്ട്, വാക്യം മാത്രമാണോ, ഒത്തുവാക്യം കൂടെ കൊച്ചുങ്ങൾക്ക്? അവരിങ്ങനെ സ്റ്റേജ് പമ്മിയിരിക്കുന്നേ ഉള്ളൂ. ഒരു 12:30 ആകുമ്പോൾ അങ്ങ് നിർത്തിയേര്. പ്രായമുള്ളവരും രോഗികളും ഷുഗറുള്ളവരും ദൂരെ പോകേണ്ടവരും ഒക്കെ ഇല്ലേ? അതാ നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായമായി. ഇഷ്ടമുണ്ടായി ചോദിച്ചാൽ മതി. പിന്നെ ഉപദേശിമാരോട് ഞാൻ പറയും, തീർന്ന ഉടനെ ഭക്ഷണത്തിനൂടെ പ്രാർത്ഥിച്ചേക്കണം. കാരണം എല്ലാ പെന്തിക്കോസുകാരല്ല കല്യാണത്തിനും അടക്കത്തിനും നാനാജാതി മതസ്ഥരെയാണ് വിളിക്കുന്നത്. എല്ലാവരും കാണും. അപ്പൊ ഇരിക്കുമ്പോൾ എല്ലാവരും ഒരേ പ്രകൃതക്കാരല്ല. ഒരു പന്തിക്ക് ഇരിക്കുമ്പോൾ 8 കസേര 12 കസേരയാണെങ്കിൽ അവരെ ചിലപ്പം പെന്തിക്കോസുകാരില്ലാത്തവരും ഉണ്ട്. അവർ ഇരിക്കട്ടെ. അവർ ചിലപ്പോൾ ഈ പ്രമാണം അധികം അറിയത്തില്ല. അവർ ചിലപ്പോൾ ഭക്ഷണം പെട്ടെന്ന് കഴിച്ചെന്ന് വരാതെ തെറ്റല്ല. അവർക്ക് ഇതിന്റെ ഉപദേശങ്ങൾ അറിയാത്തതുകൊണ്ടാണ് എല്ലാവർക്കും. തന്നെയല്ല 1 മണി 1:30 ആകുമ്പോൾ മെച്ചപ്പുണ്ടാകുകയല്ലേ. നമ്മൾ 2 കഴിക്കാതിരിക്കുക. അപ്പൊ അവര് 4 കട്ട്ലറ്റ് തീർത്ത്. നടക്കുന്ന കാര്യമാണ്. ഈ കസേര അനുസരിച്ച് 6 മീൻ കഷണം കൊണ്ടുവച്ചത്, അത് 5 എണ്ണം അവര്, നമ്മൾ 4 പേരിരിക്കുക. സ്റ്റേജിലോട്ട് നോക്കാൻ പ്രാർത്ഥിക്കുന്നില്ലല്ലോ. അതിനാ മനകൃതി ഒന്നും ഒപ്പിച്ചു വെക്കരുത്. പണ്ടത്തെ കാലമല്ല, ഇപ്പൊ എല്ലാ വീട്ടിലും കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉണ്ട്. എല്ലാ വീട്ടിലും ഉണ്ട്. നമ്മളോടല്ല, മിക്ക വീടുകളിലും ഉണ്ട്. വിരളം ആൾക്കാരൊക്കെ ഉള്ളു ബുദ്ധിമുട്ട്. പിന്നെ ഇതൊക്കെ കൂടുന്നത് ഒരു സഹകരണവും സന്തോഷവും എല്ലാവരും അതിൽ നിന്ന് അത് നന്നായിട്ട് ചെയ്തോണം. കല്യാണം കഴിഞ്ഞിപ്പോ കണ്ടിട്ടില്ലേ, ചെറുക്കനെ പെണ്ണും ഡ്രസ്സ് മാറാൻ പോവുക. അതിന് അന്തസ്സുള്ളവരെല്ലാം വിളിച്ച് ഷട്ടറിന്റെ മുന്നിൽ നോക്കി നിൽക്കുക. ആ ഉടുത്ത തുണി പോരെ? എന്നെ ആർക്കും വലിയ കൊണ്ടാട്ടമൊന്നുമില്ലാതെ കുറച്ചൊക്കെ മര്യാദയ്ക്ക്, മാനമര്യാദയ്ക്ക് വേണം കാര്യങ്ങൾ ചെയ്യാൻ. കല്യാണത്തിന്റെ ഒരുക്കമൊക്കെ വന്ന് കാണേണ്ടത് തന്നെ ആന്നേ. അയ്യോ, കാശുണ്ടായി പിന്നെ പറയുകയും വേണ്ട. കാശുള്ള എല്ലാവരും അങ്ങനെ ചെയ്യത്തില്ല. ഈ പുത്തൻ പണക്കാർക്ക് ആ എളി കൂടുന്നത്. അതിനിപ്പം ഇച്ചിരി കാശായിപ്പോയി. നിങ്ങൾ പുതുപ്പണക്കാരെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പൊ ഇച്ചിരി കാശ് വന്നിന്റെ എലി പുന്നല് കാണുന്നത് പോലെ കുത്തലുണ്ടാകും. കല്യാണത്തിനൊക്കെ ഒരുങ്ങുന്നത് എന്തുവാ മോളെ കെട്ടിക്കാൻ കൃപ എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് ബലപ്പെടുത്തിക്കുവോ, അതാ നല്ലത്. എന്നാൽ ഇനി അയാൾ എന്തെല്ലാം പറഞ്ഞ് ഒപ്പിക്കാൻ പോകുന്നതായിരിക്കും. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അതൊക്കെ എനിക്കറിയാം എന്നാ പറയണമെന്ന്. മോളെ കെട്ടിക്കാൻ അമ്മയും പോവും ബ്യൂട്ടി പാർലറിൽ. അമ്മയുടെ അനിയത്തിയും വേണേ പോവും. മനസ്സിലായോ? എന്തോ ഒരു ഒരുക്കമാ. യോഗ്യമായിരിക്കണം, മാന്യമായിരിക്കണം. ആവശ്യമില്ലാത്ത വൃത്തികേടൊന്നും കാണിക്കരുത്. അക്കാര്യത്തിന് ഞാൻ ആ ശുശ്രൂഷയുടെ സമയത്ത് ഒരുക്കത്തിന് ആ കാര്യത്തിൽ ഞാൻ TPM-കാരെ ബഹുമാനിക്കുക. അവിടെ നിന്റെ ഒരു വിളച്ചിൽ നടക്കുകയല്ല. നീ ഇത് പൊന്നു മോനാന്നേ അവിടെ അത് ചെലവാകുകയല്ല. ഞങ്ങളുടെ ഒരു പെങ്കൊച്ചിനെയും കൂടെ ഒരുക്കിക്കൊണ്ട് പോയി TPM പള്ളിപ്പാട്ട് പെയ്ത്തോമില്ല. ഒരിക്കപ്പോഴേ ഞാൻ പറഞ്ഞു, ഒരുങ്ങി കല്യാണത്തിൻ്റെ ഒരുങ്ങി പ്രാർത്ഥന ഞാൻ പറഞ്ഞത് ഇത് അവിടെ ചെലവാകുകയല്ല. അവർ സമ്മതിക്കുകയല്ല. ഒന്നും കുഴപ്പമില്ല, അങ്ങനെ ഞാനും കണ്ട അവിടെ ചെന്ന് മേടിച്ച് കിട്ടുമ്പോൾ പഠിച്ചോളൂ വന്നു. ആള് കളിച്ച് പെണ്ണിനെ ഒരുക്കിക്കൊണ്ട് അവിടെ ചെന്ന് പള്ളിപ്പാട്ട് പെയ്ത്തോം, നല്ല വലിയ പെയ്ത്തോമാണ്. ഇപ്പോഴത്തെ ചീഫ് പാസ്റ്റർ അവിടുത്തെ ആളൂരെ മെയിൻ പാസ്റ്റർ, അസിസ്റ്റന്റ് ആൽപ്പാറ മായാലില് MG തോമസ് അല്ലയോ. അപ്പം പെണ്ണിനെ ഒരുക്കിക്കൊണ്ട് അവിടെ ചെന്നപ്പം ഞങ്ങളെല്ലാം കാറേൽ അങ്ങോട്ട് ഇറങ്ങിയപ്പം പെണ്ണങ്ങോട്ട് കാറേൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു മദർ വന്നിങ്ങനെ നോക്കുന്നുണ്ട്. നോക്കിയാ മദർ അങ്ങ് അകത്തോട്ട്. അപ്പം എനിക്ക് മനസ്സിലായി, ഞാനും കണ്ട് മേടിച്ച് കെട്ടിക്കോട്ടെ, ഞാനും കണ്ടു. ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞതല്ലേ. അപ്പം എൻ്റെ വാക്ക് അല്പം കഴിഞ്ഞപ്പം വേറെ 2 സിസ്റ്റർമാരെ ഈ അമ്മ പറഞ്ഞു വിട്ടതാ. അവർ രണ്ടും കാറിനവിടെ സ്തോത്രം പറഞ്ഞ് അങ്ങോട്ടും കൊണ്ടുപോയി. അരമണിക്കൂർ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത് ഈ അമ്മയുടെ സാരി ഉടുപ്പിച്ചോണ്ട് അവിടെ കൊണ്ടുവന്നു. അവൾ ഉടുത്തോണ്ട് പോയ സാരി ഒരു കൂടിനകത്ത് കൊണ്ട് കൊടുക്കുകയും ചെയ്തത് കൊണ്ടുവെക്കണം പറഞ്ഞു. നടന്ന കാര്യമാ. കൊണ്ടുവന്ന് ഇരുത്തിയതോ തിരിച്ചാ ഇരുത്തിയതും. ആ സാരിയുടെ പുറകെ എടുത്ത തലയിലോട്ട് വന്നു.
കണ്ട കാര്യല്ലേ? കണ്ട കാര്യമാണ്. നമ്മുടെ പിള്ളേർ ഒരുക്കിക്കൊണ്ട് വരുന്ന കണ്ടില്ലയോ? ഇപ്പൊ സാരി ഒന്നും തലയിലിടുകയല്ല, വേറൊരു തുണിയാന്നല്ലേ, നെറ്റ് പോലത്തെ, ഇല്ലേ, കൊതുകുപോലെ പോലത്തത്, വെള്ള. ആ, എനിക്ക് സ്ലൈഡ് ഇല്ല, അതുകൊണ്ടാ. ഇത്രോ എവിടെ വെച്ചാണ്ട ഉപദേശം പറയുന്നത്? കെസിയായി ഓർക്കുമ്പോൾ എന്റെ ഉള്ള തുടിക്കുന്നു ഞങ്ങളുടെ സഭയുടെ. പോടാ, കാല് പറഞ്ഞ് നടക്കുന്നവളല്ല വന്നോ സഭയുടെ കെസിയ. എടാ, കാശ് ഉണ്ടെങ്കിൽ കുറെ അനാഥശാല പിള്ളേരുണ്ട്, ഭക്ഷണം മേടിച്ചു കൊടുക്ക്, കുന്തളിക്കാണ്. ആ, ഇന്ന് നാഗപുരെ പോയില്ലെന്നേ ഉള്ളു. ഇവനൊക്കെ ഗുണമാകട്ടെ. ആകപ്പൂര് നാഗപ്പൂര്. കാശുണ്ടെങ്കിൽ മാർഗം ഞാൻ പറഞ്ഞു തരാം. മാന്യമായിട്ട് യോഗ്യമായിട്ട് പാലിക്കണം ദൈവ പൈതൽ. വസ്ത്രത്തെ മാത്രമല്ല, എല്ലാ കാര്യത്തിലും. ആ ഭക്ഷണം, കല്യാണത്തിലുള്ള ഭക്ഷണം, അതാരാ പറഞ്ഞ? അച്ഛൻ എന്ന് പറഞ്ഞ ആ കറക്റ്റ് കാര്യമാണ്. എന്തോ ആർഭാടമാ. കല്യാണത്തിനും കൊണ്ട് ഒരുങ്ങി ചെല്ലുമ്പോൾ വറുത്തത് തന്നെ ഒരു കുറേയേറെ. ഇന്നാളൊരുത്തം പറഞ്ഞു 8 കൂട്ടം ജ്യൂസ് ഉണ്ടായിരുന്നു. അയ്യോ എന്റെ ഏടാ, നിനക്കൊക്കെ ചുങ്ങറല്ലേ? 8 കൂട്ടം അങ്ങ് മോന്തുക. പിന്നെ ആനയും കയറിയാന്നോ 8 കൂട്ടം ജ്യൂസ്? പൊങ്ങല്ലാരും തന്നെ 8 കൂട്ടം വറുത്തതൊക്കെ തന്നെ നേരെ. പിന്നെ കേമം അനുസരിച്ചാ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടങ്ങ് മറച്ചിട്ടിരിക്കുക. ഭക്ഷണമോ എന്താ? നിങ്ങളെ കല്യാണം നടത്തുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. സീറ്റ് കൃത്യമായിരിക്കണം ഇരിക്കേണ്ടത്. മനസ്സിലായോ? കണ്ടിട്ടുണ്ട്, ഹൃദയം വേദനിക്കുന്നുണ്ട്. 8 കസേരയിട്ട ചിലപ്പോൾ 4 പേരെ ഇരിക്കുള്ളൂ. ബാക്കി ഇരിക്കുന്ന ഭക്ഷണം മുഴുവൻ കളയുക. ഇതിനൊക്കെ കണക്ക് കൊടുക്കണം. ചിക്കൻ വറുത്തത്, ചിക്കൻ ഒലത്തിയത്, പിന്നെ എല്ലാം തയ്യോ ഓലത്തും, പിന്നെ ശരിക്ക് തയ്യോ ഓലത്തും. ഐസ്ക്രീം തന്നെ ഏതൊക്കെ വിധം. വിളിക്കുന്നവർക്ക് മാന്യമായിട്ടൊരു ഭക്ഷണം കൊടുക്കണം. നാട്ടു നടപ്പും കീഴ്വഴക്കും അനുസരിച്ച് ഞാൻ അതിനെതിരല്ല. ധൂർത്തടിയാണെന്നറിയാമോ? എത്രയോ കുഞ്ഞുങ്ങൾ ഭക്ഷണമില്ലാതെ ഞരങ്ങുന്നു. എത്രയോ പ്രിയപ്പെട്ട ഒരു നേരത്തെ ഭക്ഷണത്തിന് ആമെ ഭാരപ്പെടുന്നു. അടുത്ത കാലത്ത് പേപ്പർ കണ്ടതല്ലയോ? തിരുവനന്തപുരം എഡീഷനിൽ വന്നതാ ഒരു സഹോദരിന് 3-4 കൊച്ചുങ്ങളും ഇല്ലേ? കേരളത്തിന്റെ തലസ്ഥാന നഗരിലാ പട്ടിണി കിടന്നത്. കണ്ടതല്ലേ? ഞാൻ എൻ്റെ ഒരു രീതി പറയാം. ഞാൻ ഇവിടെ ശുശ്രൂഷയ്ക്ക് എന്നാൽ വിളിച്ച എനിക്ക് ആവശ്യമുള്ള ഭക്ഷണമേ എടുക്കുള്ളൂ. എനിക്ക് ആവശ്യം കളയത്തില്ല. ഒരു ചോറ് പോലും കളയരുത്, ഒരല്പം കൂട്ടാൻ പോലും കളയരുത്. ഇത് ചിലക്കിത് കാണുമ്പോ പരാക്രമമാണ്. അതെടുത്ത് ഇങ്ങോട്ട് വെച്ചു, ഇതെടുത്ത് വെച്ചു, അതെടുത്ത് വെച്ചു. കഞ്ചതായി ഇത്ര അങ്ങ് പൂണന്റെ തീറ്റ നിന്ന് നടക്കാറ്. ആവശ്യമുള്ള എടുത്താ പോലെ എല്ലാത്തിലും മാന്തുക. എത്രയോ പേര് ഭക്ഷണമില്ലാതെ ഭാരപ്പെടുന്നു. എത്രയോ അനാഥശാലകളിൽ അല്ലേ? ഹൃദയവേദന ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. കുറച്ചൊക്കെ ശ്രദ്ധിക്കണേ, കുറച്ചൊക്കെ സൂക്ഷിക്കണേ. നിന്റെ പ്രൗഢിയും പത്രാസും ഒന്നും ഇറക്കരുത്. ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിന് സ്തോത്രം.